തുള്ളികൾ നിൻ കനുനീർമുത്തുകൾ കണുവായി പെയ്തിടും കനവായി തോർന്നിടും. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം ഇനി എൻ്റെ മാത്രം എൻ്റെ മാത്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. നുരയുമോരുടയാടയിൽ നുരയുമോരുടയാടയിൽ മറയുവത് നിന്മേ അഴകൂ. കനവിലിന്നൊരു കനിവുമില്ലാതിനിയ മുറിവോ തന്നു നീ നിറയൂ. ജീവനിൽ നീ നിറയൂ വിജനവീതിയിലണയൂ. അവളിൻ നെഞ്ചിൻ നിസ്വനം അവളീ മണ്ണിൻ വിസ്മയം കുളിരുന്നുണ്ടി തീനാളം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, അങ്ങ് സ്ഥാപിച്ച വിവാഹം എന്ന മനോഹരമായ കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരർ സുനിലിനെയും സജിനെയും
ഈ പ്രാർത്ഥനാവഴിയിൽ അങ്ങേയത്തിൽ സാന്നിധ്യം ഉണ്ടാകണമേ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറയിളക്കും. കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്റെ അനുഗ്രഹങ്ങൾ സഹായിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിനെ ഫലമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീ നടത്തി തരും. മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക, സത്സന്ധനെ സൂക്ഷിച്ചു നോക്കുക. എന്നാൽ സമാധാനകാംക്ഷിക്ക് സന്തതി പരമ്പര ഉണ്ടാകും. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിനക്ക് വഴികാട്ടിയായിരിക്കട്ടെ. ദൈവം നൽകുന്ന സന്തതിയിലൂടെ നീയും നിന്റെ കുടുംബവും തലമുറകളും സഭയും അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്നിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ സുവിശേഷം അധ്യായം 2. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരരോട് പറഞ്ഞു, അവ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മങ്ങൾക്കുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനടുത്ത് കൊണ്ടു ചൊല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പെന്നും അതികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. മഹാനായ ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ പറയുണ്ടായി, വിവാഹം നടക്കുന്നത് 2 പേർ തമ്മിലല്ല, മറിച്ച് 3 പേർ തമ്മിലാണ്. മൂന്നാമത്തെ ഈ ആൾ എന്ന് പറയുന്നത് ദൈവമാണ്. ആദ്യം മുതൽ നമുക്കറിയാം, ദൈവത്തോട് ഒത്തു നിന്നപ്പോൾ ആദത്തിൻ്റെയും ഹവായുടെയും കുടുംബം അനുഗ്രഹീതമായിരുന്നു. അതുപോലെ ദൈവത്തോട് നമ്മൾ എപ്പോഴെല്ലാം ഒരുമിച്ച് നിൽക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹദായമായിരിക്കും. സിമന്റ് പോലെ ബന്ധത്തെ ഉറപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ വിട്ടുപിരിയാതെ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും സന്തോഷത്തിലും വിഷമങ്ങളിലും എല്ലാം ദൈവത്തോട് ചേർന്ന് ഈ സുനിലും സജിനെയും അവരുടെ കുടുംബം ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ഈശോ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സൃഷ്ടാവായ ദൈവമേ, വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനും അതിൻ്റെ കടമകൾ പൂർത്തീകരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഈ മകനെ ഒരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. ദാമ്പത്യ വിശ്വസ്തയിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്നും ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. വിവാഹമെന്ന ഉന്നതമായ ദൈവവിളി തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും ഈ ദമ്പതികളെ സഹായിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമെന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നിത്യഭാഗ്യം കൽപ്പിച്ചേരണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹിതരാകുന്ന സുനിലിനെയും സായിനെയും അനുഗ്രഹിക്കണമേ.
തിരുക്കുടുംബത്തിൻ്റെ തലവനായ മാർ യോസേപ്പേ, ഞങ്ങളെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ പേരിന് കാരണമായ സ്വർഗീയ വിശുദ്ധരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന കുടുംബാംഗങ്ങളും അയൽക്കാരും മറ്റെല്ലാവരും നമ്മുടെ കർത്താവ് ശംശിയായുടെ വിശുദ്ധ കുരിശിനാൽ സംരക്ഷിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ. എന്തിനീ മിഴി രണ്ടും പിടയാതെ പിടയുന്നു, കാണാതെ കാണുന്നതാ